നമ്മൾ തങ്ങന്മാരെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അവർ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ അത് എതിർക്കണ്ടേ? അതാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നുള്ളൂ. മുൻകാല തങ്ങന്മാർ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പം ഈ അവസാനമായിട്ട് KNMന്റെ മുഖപത്രം വിചിന്തനം, അതിൻ്റെ വരിക്കാരനായ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ചേരുന്ന ഹുസൈൻ വടവൂരിൽ നിന്ന് ഫണ്ട് കൊടുത്തിട്ട് വരിക്കാരനായി ചേരുന്നൊരു ചിത്രം കണ്ടു. അതൊന്നും ഒരിക്കലും പാടില്ലാതാണ്. അവരുടെ മുഖപത്രമല്ല അത്, മുജാഹിദിൻ്റെ വിചിന്തനം. അങ്ങനെ എത്ര സംഭവങ്ങൾ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ നിരന്തരം ബിദ്അത്തിന്റെ പരിപാടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ എതിർക്കുന്നുള്ളൂ. അതിപ്പോൾ സയ്യിദാണെന്ന് വിചാരിച്ചിട്ട് എതിർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അത് എതിർക്കുക തന്നെ വേണമല്ലോ. ഒരിക്കൽ സാദിഖ് അലി തങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ ഈ SKSFന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഷംസുൽ ഉലമ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥികാരെ പരിപാടികളിൽ പങ്കെടുക്കരുത്, അവരുമായി ബന്ധപ്പെടരുന്ന സത്യധാരയിൽ തന്നെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, മൂപ്പര് അഭിമുഖമുണ്ട്. അപ്പോൾ അതൊക്കെ ബോധ്യമുള്ള ആളുകൾ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെ എതിർക്കും. അവരെന്നിട്ട് ഒരു മാറ്റമില്ല, നിരന്തരം ആ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ എതിർക്കപ്പെടുന്നത്. അതങ്ങനെ പാടില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അവരെന്താക്കണം, SYS സമസ്തയുടെ കീഴടങ്ങയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവർ മാറണം. അത് അവരെ ഏറ്റെടുക്കരുത്. ഏറ്റെടുക്കുകയും ചെയ്യുക, അതിന് വിരുദ്ധമായ സുന്നി വിരുദ്ധ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. അതാണ് ഇപ്പോൾ അവിടെ എതിർക്കപ്പെടുന്നത്. വർത്തമാനപത്രമല്ല ഈ പറഞ്ഞേ, മുഖപത്രം, ഈ സത്യധാര, സുന്നി അഫ്കാർ, പ്രബോധനം, ഇതേപോലുള്ള ആ പ്രസ്ഥാനത്തിന്റെ മുഖപത്രം, അല്ലാതെ ദിനപത്രമല്ല പറഞ്ഞേ. അത് വരുത്തണേനാ പറഞ്ഞത്. അതാണ് ഏറ്റവും ഗൗരവം. ഇപ്പൊ മുജാഹിദ് ഇറക്കിയ ഒരു വർത്തമാന ദിനപത്രം ഉണ്ടായി, നിന്നുപോയി. അത് വരുത്തണേനല്ല ഈ പറഞ്ഞത്. അവരുടെ മുഖപത്രം, അവരുടെ ആശയാദർശങ്ങൾ മാത്രം പറയുന്ന വാരിക, വിചിന്തനം വാരിക, മാസിക, അതിന്റെ വരിക്കാരനായതിനാണ് ഈ പറയണത്. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ അത് എതിർക്കുമ്പോൾ നമ്മൾ പാണക്കാട് വിരോധികളായി മാറും. അതാണ് ഇവിടെയുള്ള കുഴപ്പം, വേറൊന്നുമല്ല. അവര് അത്തരം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക തന്നെ വേണം. എന്നിട്ട് അവർ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ അടിയുറച്ച് നിൽക്കണം. കാരണം അവർ തന്നെ തങ്ങന്മാർ എന്നൊരു പരമ്പര തന്നെ ഇല്ല എന്ന് വാദിക്കുന്നവരാണ് ബിദ്അത്തുകാർ. എന്നിട്ട് അവരെ പരിപാടിയിൽ ഇവർ പോയി പങ്കെടുക്കാന്ന് പറയുമ്പോൾ എന്താ അതിന്റെ ഗൗരവം എത്രയാണ്? സയ്യിദ് മുഈൻ അലി ശിഹാബ് തങ്ങൾ അത്തരം വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിവാണ്. അദ്ദേഹം ഇതുവരെ ഒരു ബിദ്അത്തിന്റെ പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. ആ നിലക്ക് നോക്കുമ്പോൾ ആ മുൻഗാമികളുടെ പാരമ്പര്യം നിലനിർത്തുന്ന ആള് മുഈൻ അലി ശിഹാബ് തങ്ങൾ മാത്രമേ ഉള്ളൂ. കൊടപ്പനക്കൽ തറവാട്ടിൽ വേറെ എല്ലാവരും കിടക്കാം. സമസ്ത എന്ന് പറയുന്നത് അഹ്ലുസുന്നയുടെ ഇസ്ലാമിന്റെ ഇർജുവായ പാതയുടെ മജ്ജയാണ്. ആ സമസ്ത മനുഷ്യരാൽ നിർമ്മിതമായതാണ്. അതിൽ മനുഷ്യ സഹജമായ അപാകതകൾ ഉണ്ടാകാം. ആ ഉണ്ടാകുന്നത് തിരുത്താൻ വേണ്ടിയാണ് അതിന് വ്യക്തമായ ഒരു നയം രൂപീകരിച്ചത്, ഒരു മാനിഫെസ്റ്റോ, ഒരു നിയമാവലി രൂപീകരിച്ചത്. ആ നിയമാവലി എല്ലാവർക്കും ബാധകമല്ലേ? അതിൽ ഇപ്പൊ ഇന്ന പോസ്റ്റിലിരിക്കുന്ന ആളുകൾക്കൊന്നും അത് ബാധകമല്ല, ഇന്ന തറവാട്ടുകാർക്കൊന്നും അത് ബാധകമല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ സമസ്തയുടെ നിയമാവലി സ്വീകരിക്കാത്ത, അംഗീകരിക്കാത്ത, അത് പാലിക്കാത്ത ആളുകളെ സമസ്തയിൽ ഉണ്ടോ? ഉണ്ടാകാമോ? ഇതൊക്കെയാണ് ചർച്ച. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അയാളെ വിമർശിച്ചു, അവരെ വിമർശിച്ചു, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല എന്ന് നിങ്ങൾ അടിസ്ഥാനപരമായി ചർച്ചയ്ക്കുക. സമസ്ത എന്ന് പറയുന്നത് എന്തോന്നാ? എന്താത്? അത് എല്ലാവരും അന്യോരും പോണവരൊക്കെ സമസ്തക്കാരനാവുമോ? ഒരാൾ സമസ്തക്കാരനാകണമെങ്കിൽ സംസ്ഥയിൽ മെമ്പർഷിപ്പ് 2 രൂപയുടെ മെമ്പർഷിപ്പെങ്കിലും കിട്ടണമെങ്കിൽ എന്ത് വേണം? അയാൾ എങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ള ആളാകണം? അതിന്റെ ഓരോ മേൽഘടകങ്ങളിലേക്കും ഓരോരുത്തരും എത്തുമ്പോൾ അവർക്ക് അവരുടേതായ യോഗ്യതകളും ക്വാളിഫിക്കേഷനും ഉണ്ടാകണ്ടേ? അങ്ങനെയുള്ളതായ കുറെ നിബന്ധനകൾ ഇങ്ങനെ ഓരോരുത്തരും പാലിക്കേണ്ടതില്ലേ? അങ്ങനെ പാലിക്കപ്പെടാൻ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാത്ത ആളുകളെ ഇതിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന് ഇരുത്താമോ? ഇതിനൊന്നും നിങ്ങളെന്താ മറുപടി പറയില്ലാത്തത്? എന്തോന്നാ ഈ സമസ്ത എന്ന് പറഞ്ഞത്? സമസ്ത എന്നാൽ എന്ത്? നിങ്ങൾ മനസ്സിലാക്കിയ സമസ്ത എന്താണ്? നിങ്ങൾ പറഞ്ഞിടത്തൊന്നും പാണക്കാട് തങ്ങന്മാരെ എന്ത് ചെയ്തോ അതോടെ കൂടെ നിന്നോളൂ, അതാണ് സമസ്ത. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ത് പറയുന്നുവോ അവർ ചൂണ്ടിക്കാണിക്കുന്നതാണ് സമസ്ത. അങ്ങനെയാ? സമസ്ത എന്നാൽ എന്ത്? സമസ്തയിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു സാധാരണക്കാരന് സമസ്തയാവണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ സമസ്തയുടെ കീഴ്ഘടകത്തിലുള്ള ഏറ്റവും സാധാരണ മെമ്പറും അതുപോലെ തന്നെ അതിന്റെ സംസ്ഥാന കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലോ ഉള്ള ആളുകളും ഒരേപോലെയാണോ?
അതിന്റെ മുഷാവറയിലുള്ളവരും താഴെയിലുള്ളവരും ഒരേപോലെയാണോ? അതിന്റെ നിയമങ്ങൾ ആർക്കൊക്കെ എവിടെയൊക്കെ ബാധകമാണ്? ഇതിൽ നിന്നും ബാധകമല്ലാത്ത, സമസ്തയിലാകാം, പക്ഷെ ഈ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരൊക്കെയാണ്? സമസ്തയിൽ ഉണ്ടാകരുത് എന്നാണ്. പക്ഷെ ഒരു പാണക്കാട് കുടുംബമായതുകൊണ്ട് അതിന് വലിയ വിവാദം, വലിയ കുഴപ്പമുണ്ടാവും ഇവിടെ. അത് വിചാരിച്ചിട്ടാണ് അവർ നടപടി സ്വീകരിക്കുന്നത്. കഴിഞ്ഞ മുജാഹിദ് സമ്മേളനത്തിൽ റഷീദ് അലി ഷിഹാബ് തങ്ങളും മുനവ്വർ അലി തങ്ങളും പങ്കെടുത്തപ്പോൾ അന്ന് ലീഗ് സമസ്ത ഏകോപന സമിതി യോഗം ചേർന്നിട്ട് ഇനി ഒരിക്കലും അങ്ങനെ പങ്കെടുക്കൂല എന്നൊക്കെ ഉറപ്പ് നൽകിയതാണ്. ഇനി പങ്കെടുക്കുകയാണെങ്കിൽ പങ്കെടുക്കുന്ന ആളുകളുടെ സമസ്തയുടെയും പോഷകഘടകങ്ങളിലെ അവരുടെ പ്രസിഡന്റ് സ്ഥാനവും അവരുടെ സ്ഥാനം നിന്ന് അവർ ഒഴിവാക്കപ്പെടുമെന്ന് വരെ തീരുമാനിച്ചിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ കലങ്ങി മറിഞ്ഞു. വ്യാപകമായി അവർ പങ്കെടുക്കലായി. നടപടിയെടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി. പാണക്കാട് തങ്ങന്മാരായതുകൊണ്ട് അവർക്കെതിരെ, പാണക്കാട് അരങ്ങിൽ തന്നെ അവർക്കെതിരെ ലീഗ്, സമസ്ത അവർക്കെതിരെ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ആണല്ലോ. പിന്നെ അവർക്കെതിരെ നടപടി എടുക്കും കൂടി ചെയ്താൽ വലിയൊരു പൊട്ടിത്തെറിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു ഫിത്ന ഭയന്നുകൊണ്ടാണ് അവർക്കെതിരെ നടപടി എടുക്കാത്തത്. അവരാണെങ്കിൽ ഒന്ന് സ്വയം പിന്മാറുമോ? അതും ചെയ്യൂല. അപ്പോൾ ഇവിടെ 6 ആളുകളെ മുഷാവറയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ റിപ്പോർട്ടർ ചാനലിലടക്കം പറഞ്ഞ എന്താണ്, ലീഗിന്റെ ആരെയും എടുത്തില്ല, ലീഗ് അനുകൂലികളായ ആൾക്കാർ. ഇതിപ്പോൾ ലീഗിന്റെ പ്രവർത്തക സമിതി അല്ലല്ലോ, സമസ്ത മുഷാവറല്ലേ. അതിലാരെ തീരുമാനിക്കണം എന്നുള്ളത് മുഷാവറ തീരുമാനിക്കൂലേ. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. പിന്നെ സമത് പൂക്കോട്ടൂര് ഇതിലടക്ക് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞല്ലോ, ഞങ്ങൾ സ്വാഗത സംഘത്തിന്റെ അത് സംബന്ധമായൊരു ചർച്ചയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആവശ്യപ്പെട്ടു കാസർഗോഡ് ജില്ലയിൽ ഇന്ന ആൾക്കാരെ എടുക്കണം എന്നൊക്കെ. കല്ലട്ര മാഹിൻ ഹാജി, കാസർഗോഡ് ജില്ലാ ലീഗിന്റെ പ്രസിഡന്റ്, ബഷീർ വെള്ളിക്കോത്ത് സംസ്ഥാന യൂത്ത് ലീഗിന്റെ നേതാവായിരുന്നു, ജില്ലാ ലീഗിന്റെ നേതാവ്. അപ്പോൾ അവരൊക്കെ എടുക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. കുഞ്ഞാലിക്കുട്ടിക്ക് അത് ആവശ്യപ്പെടാൻ എന്താ അധികാരമുള്ളത്? സമസ്ത മുഷാവറയിൽ സ്വാഗത സംഘത്തിലൊക്കെ ആരെടുക്കണം എന്നുള്ളത് മുഷാവറയും സമസ്തയുമായി ബന്ധപ്പെട്ടവർ തീരുമാനിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയിൽ എന്തിനാ തലയിടുന്നത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാസർ ഫൈസി കൂടത്തായി പോലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്തല്ല ഷജറയുടെ കൂട്ടത്തിലായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ എണ്ണുന്നത്. എന്തെന്നാ പറഞ്ഞത്? പഴയ കാലത്തൊന്നും പാണക്കാട് തങ്ങന്മാരുടെ തേടി ഒരിക്കലും ഒരു വഹാബികളും ചെല്ലാറില്ല അവരെ പരിപാടികളിലേക്ക് ക്ഷണിക്കാനായിട്ട്. എന്തേ? അവര് പോവൂല എന്നറിയാം, പോയ ശീലവുമില്ല. ഇനി അഥവാ ക്ഷണിച്ചാൽ തന്നെ ഒട്ട് പോകാറുമില്ല, ക്ഷണിക്കാറില്ല. അത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം അവർക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇന്നുള്ള ഈ പറയപ്പെടുന്ന തങ്ങന്മാരൊക്കെ എന്താണ്, എവിടെ വിളിച്ചാലും പോകും എന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന ബിദഈകള് ക്യൂ നിൽക്കുകയാണ് അവരെ വിളിക്കാൻ. എവിടെ പോകാത്ത? എന്നാൽ തബ്ലീഗിന്റെ സമ്മേളനത്തിന് പോയി ഇല്ല. അതുപോലെ തന്നെ പ്രബോധനത്തിന്റെ പ്രൊമോഷന് വേണ്ടി, അതിന്റെ വരിക്കാരെ ചേർക്കാൻ വേണ്ടിയുള്ള പ്രൊമോഷന് പോയി. ബിദഈ ആചാര്യന്മാരുടെ ജീവചരിത്രം രചിച്ചത് അതിന്റെ പ്രകാശനത്തിന് പോയി. ഇല്ല, പോയോ ഇല്ലയോ? മുജാഹിദിന്റെ സമ്മേളനങ്ങൾക്ക് പോയോ ഇല്ലയോ? ഇങ്ങനെയൊക്കെ പോയിട്ടും പറയുന്നു അവര് സമസ്തക്കാരാണെന്ന്. പിന്നെ എന്തിനാണ് സമസ്ത എന്ന് ഞാൻ ചോദിക്കണത്? പിന്നെ എന്തിനാ സമസ്ത? ഇതുപോലെ ഇതിനു മുമ്പ് വേറൊരു മുജാഹിദിന്റെ ഒരു വലിയൊരു സാധനത്തിന്റെ ജീവൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെയും ചെന്നിട്ട് പറഞ്ഞു, ഈ മുസ്ലിം സമുദായത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത സാധനമാണ് ഈ കിടക്കണേന്ന്. ആരാധാ കിടക്കുന്നത്? ഈ കെ ഉസ്താദിനെ പോലത്തതായ മുൻകാല പണ്ഡിതന്മാർക്ക് സ്വൈരക്കേടുണ്ടാക്കിക്കൊണ്ട് അവരെയൊക്കെ മുശ്രിക്കുവൽക്കരിച്ചുകൊണ്ട് അവരോട് സുന്നത്ത് ജമാഅത്തിന് എതിരായിക്കൊണ്ട് സംവാദങ്ങളും ഗണ്ണനങ്ങളും നടത്തുകയും ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതായ ഒരു വഹാബി പടു, ആ പടു ചത്തു കിടക്കുമ്പോൾ പോയിട്ട് പറയുവാണ് ഈ കിടക്കുന്നത് സമുദായത്തിന്റെ ഒരുപാട് സേവനങ്ങൾ ചെയ്ത ആളാണ്. അപ്പൊ ഈ കെ ഉസ്താദ് എന്തായി പോയി? ആ സാധനമാണ് സമുദായത്തിന് സേവനം ചെയ്തതെങ്കിൽ പിന്നെ ഈ കെ ഉസ്താദ് എന്തിനാ നന്ന് എതിർത്തത് അയാളുടെ നയങ്ങളെ? നിങ്ങൾ പറ, നിങ്ങൾ ഏത് സംസ്ഥയിലാണ് ഉള്ളത്? സംസ്ഥ എന്നാൽ എന്ത്? അസ്സലാമു അലൈക്കും. അല്ല സഹോദര, ഞാൻ ചോദിക്കട്ടെ, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിൽ പാണക്കാട് സാദാത്യങ്ങൾ കടന്നു വരുന്നത് ഏത് കാലഘട്ടം മുതലാണെന്ന് പറയാമോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാകുന്ന സമയത്തും തങ്ങന്മാരുണ്ട്. പാണക്കാട് സയ്യിദന്മാർ കടന്നു വരുന്നത് ഏത് കാലഘട്ടം മുതലാണ്? അത് താങ്കൾ ആദ്യം ഇവിടെ ഒന്ന് പറയണം. ഒന്ന്.
രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം സമസ്ത കേരള ജമിയത്തുലമ എന്ന മഹിത പ്രസ്ഥാനത്തിന് ഒരിക്കലും പാണക്കാട് കുടുംബത്തോട് വ്യക്തിപരമായ വൈരാഗ്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരായ പാണക്കാട് കുടുംബത്തിൽപ്പെട്ട അറ്റപ്പൂത്തങ്ങളും അതുപോലെയുള്ള വലിയ വലിയ മഹാമനീഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്തൊന്നും ഇല്ലാതെ ഇന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് സമസ്ത കേരള ജമിയത്തുലമ നീങ്ങേണ്ടി വന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ന് പാണക്കാട് കുടുംബത്തിൻ്റെ നേതാവായി നിൽക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ തന്നെ നേതാവായി നിൽക്കുന്ന ആ തങ്ങളുടെ ചില സമീപന ശൈലികൾ സമസ്ത കേരള ജമിയത്തുലമയോട് യോജിക്കുന്നതല്ല. അതിൽ ഉദാഹരണം പറഞ്ഞ ഒന്നാണ് CIC-യുമായി ബന്ധപ്പെട്ട വിഷയം. നമുക്കെല്ലാവർക്കും അറിയാം. ആ വിഷയത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും പാണക്കാട് തങ്ങൾ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ആ വിഷയോടെ തീരുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് കമാന്നരക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല, സ്റ്റേജുകളിലും വേദികളിലും അദ്ദേഹം സമസ്തയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ടാണ് നിൽക്കുന്ന ആ വിഷയത്തിൽ. അപ്പൊ സമസ്ത ഒരു കാര്യം പറയുമ്പോൾ അതിനോട് യോജിച്ചുകൊണ്ട് നിൽക്കുമ്പോഴല്ലേ അതിനൊരു ഇതാവുക. ഇപ്പൊ പാണക്കാട് സാദാത്തുകളിൽപ്പെട്ടവര് ഇപ്പൊ നോക്കൂ, ചില തങ്ങന്മാര് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അവരുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്നു. മറ്റു ചില ആളുകൾ വേറെ ചില ശൈലിയിലേക്ക് പോകുന്നു. അവരെയൊക്കെ സമസ്ത കൊണ്ടുവരാൻ പറ്റുമോ? അതൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല. ബഹുമാനപ്പെട്ട ശാപതങ്ങളവർകളെ ബഹുമാനപ്പെട്ട സമസ്ത എത്ര എത്ര ആദരവോടുകൂടിയാണ് കണ്ടത്. എന്നാൽ മകനാകട്ടെ ആ ആദരവ് കാണിക്കാൻ പറ്റുമോ? അത് കാണിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അദ്ദേഹത്തിൻ്റെതാകുന്ന പ്രവർത്തനങ്ങളിൽ സമസ്ത കേരള ജമിയത്തുലമയുടെ അടിസ്ഥാനപരമായ വിശ്വാസ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ വിഷയങ്ങളോട് എതിർപ്പുണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യും, അത് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പരസ്പരം ഒരു യോജിച്ചുകൊണ്ട് നല്ല നിലയിൽ പോവുക എന്നതാണ് ഇതിനകത്തുള്ള. പിന്നെ സമസ്തയ്ക്കകത്തുള്ള പണ്ട് ആളുകളെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാകുന്ന രാഷ്ട്രീയക്കാരുണ്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊന്നും മുസ്ലിം ലീഗ് ഇല്ല. ഉണ്ട്, പേരിന് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നല്ലാതെ ഇവിടെ എങ്ങും മുസ്ലിം ലീഗിന് വലിയ സ്വാധീനങ്ങളൊന്നും നമ്മുടെ നാടുകളിലൊന്നും ഇല്ല. ഇവിടെ കോൺഗ്രസ് ആണ് കൂടുതൽ, കമ്മ്യൂണിസ്റ്റും ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. പിന്നെ മുസ്ലിം ലീഗ് യോജിച്ച്, കോൺഗ്രസും മുസ്ലിം ലീഗ് യോജിച്ചുകൊണ്ട് ചില അപൂർവ സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ടെന്നല്ലാതെ ഇവിടെ എങ്ങും വലിയ ഒരു ഇതൊന്നും അവരിലില്ല. എന്ന് വെച്ച് നമ്മളിപ്പോൾ അതിന് എതിരുമല്ല. പക്ഷെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇപ്പോൾ പാണക്കാട് സാദാത്തുകളിൽപ്പെട്ടവര് ഇപ്പൊ നോക്കൂ, ചില തങ്ങന്മാര് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് അവരുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്നു. മറ്റു ചില ആളുകൾ വേറെ ചില ശൈലിയിലേക്ക് പോകുന്നു. അവരെയൊക്കെ സമസ്ത കൊണ്ടുവരാൻ പറ്റുമോ? അതൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല. ബഹുമാനപ്പെട്ട ശാപതങ്ങളവർകളെ ബഹുമാനപ്പെട്ട സമസ്ത എത്ര എത്ര ആദരവോടുകൂടിയാണ് കണ്ടത്. എന്നാൽ മകനാകട്ടെ ആ ആദരവ് കാണിക്കാൻ പറ്റുമോ? അത് കാണിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം അദ്ദേഹത്തിൻ്റെതാകുന്ന പ്രവർത്തനങ്ങളിൽ സമസ്ത കേരള ജമിയത്തുലമയുടെ അടിസ്ഥാനപരമായ വിശ്വാസ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ വിഷയങ്ങളോട് എതിർപ്പുണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യും, അത് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പരസ്പരം ഒരു യോജിച്ചുകൊണ്ട് നല്ല നിലയിൽ പോവുക എന്നതാണ് ഇതിനകത്തുള്ള. പിന്നെ സമസ്തയ്ക്കകത്തുള്ള പണ്ട് ആളുകളെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാകുന്ന രാഷ്ട്രീയക്കാരുണ്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊന്നും മുസ്ലിം ലീഗ് ഇല്ല. ഉണ്ട്, പേരിന് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നല്ലാതെ ഇവിടെ എങ്ങും മുസ്ലിം ലീഗിന് വലിയ സ്വാധീനങ്ങളൊന്നും നമ്മുടെ നാടുകളിലൊന്നും ഇല്ല. ഇവിടെ കോൺഗ്രസ് ആണ് കൂടുതൽ, കമ്മ്യൂണിസ്റ്റും ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. പിന്നെ മുസ്ലിം ലീഗ് യോജിച്ച്, കോൺഗ്രസും മുസ്ലിം ലീഗ് യോജിച്ചുകൊണ്ട് ചില അപൂർവ സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ടെന്നല്ലാതെ ഇവിടെ എങ്ങും വലിയ ഒരു ഇതൊന്നും അവരിലില്ല. എന്ന് വെച്ച് നമ്മളിപ്പോൾ അതിന് എതിരുമല്ല. പക്ഷെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടേ. പാണക്കാട് തങ്ങളെ പുറത്താക്കണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. സമസ്തയിൽ ഉണ്ടാകണമെങ്കിൽ സമസ്തയുടെ ബൈലോ പാലിക്കണം. അവരെ സമസ്തയിൽ ഉണ്ടാകാവുള്ളൂ. അത് എന്തൊരു പ്രസ്ഥാനമാണെങ്കിലും അത് അങ്ങനെ തന്നെ പാടുള്ളൂ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൊട്ടിത്തെറിയും പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാവരും പരസ്പരം തോന്നിവാസം ജീവിക്കാതെ, തോന്നിവാസം ചെയ്യാതെ വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മുടെ പൂർവികർ എന്തായത് സംസ്ഥയ്ക്ക് ഇങ്ങനെ ബൈലോ വ്യക്തമായിട്ട് ഉണ്ടാക്കി വെച്ചത്. അവരെന്താ വെറുതെ നേരം പോക്കിന് വേണ്ടി ചെയ്തതാണോ ഈ സംസ്ഥയുടെ ബൈലോയൊക്കെ? അവർക്കെന്താ വേറെ ഒരു പണിയില്ലാത്തത് കൊണ്ട് ചുമ്മാ ടൈം പാസിന് വേണ്ടി എഴുതി ഉണ്ടാക്കി വെച്ചതാണ് ഈ സംസ്ഥയുടെ ബൈലോ എന്നൊക്കെയാണോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അത് പാലിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ബൈലോ അനുസരിച്ച് ഭരണം നടത്തുന്നില്ല എങ്കിൽ അതിനെ ചോദ്യം ചെയ്യണമെന്നേ. എന്തിന്? സമസ്തയെ സ്നേഹിക്കുന്നവർ ചോദ്യം ചെയ്യണം, സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്നവർ ചോദ്യം ചെയ്യണം. കാരണം ഇവിടെ ഇസ്ലാമിന്റെ ഋജുവായ പാത, ഒരു സംശുദ്ധമായ അഹ്ലുസുന്ന ഇവിടെ പുലരാൻ വേണ്ടി, ഇവിടെ വരുന്ന മനുഷ്യർക്ക് യഥാർത്ഥമായ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ പൂർവികർ നമ്മൾക്ക് വേണ്ടി ഇത്രത്തോളം ത്യാഗം ചെയ്ത് ഇതിങ്ങനെ സ്ഥാപിച്ചു തന്നത്. അത് നമ്മൾ ഓരോരുത്തർ തോന്നിയവാസം ചെയ്തു കഴിഞ്ഞാൽ അത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ഇതിന് ഭാവിയിലേക്ക് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിട്ട് പോകും.
നിങ്ങൾ സംസ്ഥയെ സ്നേഹിക്കുക. എന്തോന്നാ നിങ്ങൾ സംസ്ഥയെ സ്നേഹിക്കുക? സംസ്ഥാനത്തിന് കെട്ടുറപ്പോട് കൂടി മുന്നോട്ട് പോകണമെങ്കിൽ, അത് സംസ്ഥാനം മാത്രമല്ല, ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അതിന്റെ കെട്ടുറപ്പോട് കൂടി മുന്നോട്ട് പോകണമെങ്കിൽ അതിനുണ്ടാക്കി വെച്ചിരിക്കുന്ന ബൈലോ പാലിക്കണം. ഇനി കാലോചിതമായ രീതിയിൽ എന്തെങ്കിലും പരിവർത്തനങ്ങൾ വരുത്തണമെങ്കിൽ അതും എല്ലാവരും കൂടി തീരുമാനിച്ച് യോഗം കൂടി എന്താകണം, ആ ഒരു തീരുമാനങ്ങൾ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ഒരു പുതിയൊരു വിവാദമായ എന്തെങ്കിലും ഒരു വിഷയം സമൂഹത്തിലുണ്ടായാൽ, സംസ്ഥയിലുണ്ടായാലല്ല, സമൂഹത്തിൽ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായാൽ അതിനൊരു തീരുമാനം എടുക്കാൻ ചിലപ്പോൾ പുതിയ ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കി വയ്ക്കേണ്ടി വരും. അതും എല്ലാവരും കൂടി ഐക്യപ്പെട്ടുകൊണ്ട് ആലോചിച്ച് തീരുമാനിച്ച് തിരുത്തലുകൾ ഉണ്ടാക്കുകയും വേണം. സംസ്ഥയിൽ ഇങ്ങനെ ഒരു തിരുത്തുണ്ടോ ഇന്നോളം? എന്തെന്ന് മേൽത്തട്ടിലുള്ള ആളുകൾക്ക് സംസ്ഥയുടെ ബൈലോ ബാധകമല്ല എന്നുള്ള തിട്ടൂരമുണ്ടോ? അല്ലെങ്കിൽ സംസ്ഥയുടെ പോഷക സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊന്നും സംസ്ഥയുടെ ബൈലോ ബാധകമല്ല ഉണ്ടോ? എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ അന്വേഷിക്കാതെ പോകുന്നതാണ് ഇപ്പൊ നമുക്കുണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഇങ്ങനെയൊന്നും ഇല്ല എങ്കിൽ ആരെങ്കിലും ചോദ്യം ചെയ്യുമോ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടല്ലേ അവിടെ ഇവിടെയൊക്കെ ഇവരുടെ ഷജറയും അതുപോലെ സുഹാബിയും അഹ്ലുസുന്ന മറ്റേ എന്തൊക്കെ പേരിലാ സോഷ്യൽ മീഡിയ പരിശോധിച്ച് നോക്കി, എന്തെല്ലാം പേരിലാണ് ഈ സംസ്ഥയുടെ ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ഉണ്ടായിരിക്കുന്നത്. ഓരോരുത്തരും നാല് പണ്ഡിതന്മാർ ചേർന്നുകൊണ്ട് പണ്ഡിതന്മാരെ നന്നാക്കുക, ബാക്കി എല്ലാവരും ചീത്ത വിളിക്കുന്ന രീതിയിൽ എത്ര എണ്ണം ആലോചിച്ചോക്കണം. ആദർശേരി ഫൈസി നമുക്ക് എന്തുകൊണ്ട് സംസ്ഥയ്ക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഓരോ പോരായ്മകൾ അവിടെയും ഉണ്ടായപ്പോൾ അതിനെ 1 by 1 ആയിട്ട് ചോദ്യം ചെയ്ത് തിരുത്തി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നേ. അപ്പോഴൊക്കെ നമ്മൾ സമസ്തയുടെ ബയലോ പ്രാവർത്തികമാക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ പരിഗണിക്കരുതായിരുന്നു. മുസ്ലിം ലീഗുമായിട്ടുള്ളതായ ഈ അമേധ്യമായ ബന്ധമാണ് നമുക്കെന്തായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. സമസ്ത ലീഗിനെ തകർക്കാനോ ലീഗിനെ ഇല്ലായ്മ ചെയ്യാനോ ശ്രമിക്കേണ്ട. ലീഗും ഈ നാട്ടിൽ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷെ അവർക്ക് അവരുടേതായ പ്രിയോറിറ്റി കൊടുക്കുക. ഇപ്പൊ ഇനി അങ്ങനല്ല. അപ്പൊ പാണക്കാട് സ്വാദിക്കലിയ ലീഗിന്റെ നേതാവായപ്പോ പരിഷ്കരിച്ച് പരിക്കുട്ടി മുണ്ടച്ചിട്ട് നിസ്കരിച്ചതിന്റെ കൂട്ടത്തിലാണ്. ഇപ്പൊ ബിസ്മിക്ക് ബദലിപ്പ ചെല്ലേണ്ടത് സ്വാമിയ അയ്യപ്പ ഗുരുവായൂരപ്പ എന്നൊക്കെയാണ്. മനസ്സിലായി? പണ്ട് ആൾക്കാർ ഇലക്ഷൻ നിന്ന് ജയിക്കാൻ വേണ്ടിയിട്ട് ചെന്നുകാണ് പാണക്കാട് ചെന്നുകാണ് ശിഹാബത്തങ്ങൾ ചേർക്കലായിരുന്നു. ഇപ്പൊ നേരെ പാണക്കാട്ടിൽ നിന്ന് നേരെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിക്കാണ്ടാണ് ഇത് പ്രാർത്ഥിക്കണത്. മനസ്സിലായ? പണ്ട് സീതിയേച്ചുള്ളൂ ഗുരുവായൂർ പോയിക്കാണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കരുണാകരനെ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ പാണക്കാട് സ്വാദിക്കലി കരുണാകരനെ പറഞ്ഞു വെച്ചത് ഗുരുവായൂർ അമ്പലത്തിക്കാണ്.